ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫെമിലിയറായിട്ട് ഫീൽ ആവുന്നുണ്ടോ എന്ന് നോക്കുക. ആദ്യത്തെ ചോദ്യമാണ്, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പല കോൺവെർസേഷൻസും റീപ്ലേ ചെയ്തും റീഅനലൈസ് ചെയ്തും ഇങ്ങനെ വീണ്ടും റീപ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ഡിസിഷൻ എടുത്തു എന്ന് വിചാരിക്കുക, ആൻഡ് അതിൻ്റെ കോൺസിക്വൻസും നിങ്ങൾക്ക് കാണാൻ കിട്ടിക്കഴിഞ്ഞു. എന്നിട്ടും നിങ്ങൾ ആ ഡിസിഷനെ വീണ്ടും റീതിങ്ക് ചെയ്ത് സെക്കൻഡ് ഗെസ് ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്ന് വീണ്ടും ചിന്തിച്ചുകൊണ്ടിരുന്ന് നിങ്ങളുടെ ഒരു പോയിൻ്റ് ഓഫ് എക്സോഷൻ വരെ എത്താറുണ്ടോ? നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാടധികം ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റിൽ സ്റ്റക്കായതുപോലെയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രസൻറ്റിൽ ജീവിക്കാൻ മറന്നു പോകുന്നത് പോലെയോ നിങ്ങൾക്ക് ഫീൽ ആവാറുണ്ടോ? നമ്മൾ നേരത്തെ കേട്ട ചോദ്യങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു ചോദ്യമായിട്ടെങ്കിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് വളരെയധികം ഡ്രെയിനിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു മെൻ്റൽ ട്രെഡ്മില്ലിൽ ഓടുന്ന പോലെയാണ്. എക്സോസ്റ്റിംഗ് ആണ്, പക്ഷെ നമ്മൾ എവിടെയും എത്തുന്നില്ല. നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, പലരും പല അളവിലാണ് ചെയ്യുന്നത് എന്ന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇത് നമ്മളുടെ ഒരു ബ്രെയിനിൻ്റെ ഒരു മെക്കാനിസം പോലെയാണ്. നമ്മളൊരു ലൂപ്പ് ഓഫ് തോട്ട്സിലോട്ട് അങ്ങ് കയറി പോവുകയാണ്. നമ്മൾ റീപ്ലേ ചെയ്യും സിറ്റുവേഷൻസ്, നമ്മൾ ആനലൈസ് ചെയ്യും, റീഅനലൈസ് ചെയ്യും, അങ്ങനെ നമ്മൾ ആ ലൂപ്പിൽ പെട്ടുപോകുന്നതാണ്. നമ്മൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നത്? അതിന് 2 കാരണങ്ങളുണ്ടായേക്കാം. ആദ്യത്തത്, നമ്മൾക്ക് ഉള്ളൊരു ഭയം, അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ഭയം. അതിപ്പം ഫ്യൂച്ചർ ആവാം, നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ്റെ പുറത്ത് വരുന്നൊരു കോൺസിക്വൻസിൻ്റെ ടുവേർഡ്സ് ഉള്ളൊരു ഭയമാവാം. അങ്ങനെ ആ ഭയത്താലായിരിക്കാം നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാരണമായിരിക്കാം നമ്മളുടെ അമിതമായ ആഗ്രഹം എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള, നമ്മളുടെ ഈ കോൺസിക്വൻസിനായാലും കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഔട്ട്കമ്മിനെ കൺട്രോൾ ചെയ്യുക. അങ്ങനെ ഒരു കൺട്രോൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കാം നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത്. നമ്മളുടെ മൈൻഡിന് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും, ഞാൻ ആവശ്യത്തിനിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്ത് ആ സംഭവത്തിൻ്റെ പുറത്തൊക്കെ എനിക്ക് കൺട്രോൾ നേടിയെടുക്കാൻ പറ്റില്ലേ എന്ന് തോന്നാറുണ്ട്. അതിനാലാണ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഓവർ തിങ്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ക്രിക്കറ്റ് മാച്ചുണ്ട് നിങ്ങൾക്കെന്ന് വിചാരിക്കാം. അത് നിങ്ങളൊരു ബോളറാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഇരുന്ന് പ്ലാൻ ചെയ്യുകയാണ്, എൻ്റെ ഫസ്റ്റ് ബോൾ ഞാൻ യോർക്കർ എറിയും, സെക്കൻഡ് ബോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കും എറിയുക, ആൻഡ് ബാറ്റ്സ്മാൻ ഇങ്ങനെ ആയിരിക്കും അതിനെ ഫേസ് ചെയ്യുക എന്ന രീതിയിൽ ഫുൾ പ്ലാനിങ് ചെയ്ത് അങ്ങ് ഓവർ തിങ്ക് ചെയ്ത് അങ്ങ് ചെയ്യുകയാണ്. അത് നിങ്ങൾ പെർഫോം ചെയ്തു. എങ്ങനെയായിരിക്കും നമുക്ക് ഔട്ട്കം ആക്ച്വലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം എങ്ങനെയാണോ സംഭവിച്ചത് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആഫ്റ്റർ ദ മാച്ച് ഓൾസോ നിങ്ങളിരുന്ന് ചിന്തിക്കുക, ഫസ്റ്റ് ബോൾ ഞാൻ യോർക്കർ എറിയേണ്ടായിരുന്നു എന്ന രീതിയിൽ നിങ്ങൾ റീഅനലൈസ് ചെയ്യാണ്. അപ്പോൾ ഈ ഹോൾ സിറ്റുവേഷനിൽ ഓവർ തിങ്കിങ് ആണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഓവർ തിങ്കിങ് ആക്ച്വലി വർക്ക് ചെയ്യാറുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. ഈ ഓവർ തിങ്കിങ് കൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും നമുക്ക് ദോഷം കുറേയുണ്ട്. നമ്മളുടെ എനർജിയും നമ്മളുടെ സന്തോഷവും നമ്മളുടെ സമാധാനവും ഒക്കെ ഡ്രെയിനായി കിട്ടുകയാണ് ചെയ്യുക. ഇനി നമുക്ക് നോക്കാം കുറച്ച് പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ്. ഈ ഓവർ തിങ്കിങ്ങിനെ നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് നമ്മളുടെ കൺട്രോൾ റീഗെയിൻ ചെയ്തെടുക്കാം എന്ന രീതിയിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്സ് നോക്കാം. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ സ്ട്രാറ്റജിയാണ് റൈറ്റ് ഇറ്റ് ഡൗൺ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ മനസ്സ് ഒരു കുരുങ്ങിക്കിടക്കുന്ന നൂൽപന്ത് പോലെയാണെന്ന്? അപ്പോൾ ഈ നമ്മളുടെ തോട്ട്സിനെ എഴുതുമ്പോഴത്തേക്കും നമ്മൾ ആ കുരുങ്ങിക്കിടക്കുന്നതിന് ഓരോന്നായിട്ട് ആ കുരു കഴിക്കുന്നത് പോലെയാണ്. നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നു എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ അടുത്ത് ആദ്യം ചോദിക്കുക, എക്സാക്ട്ലി ഞാൻ എന്താണ് ഈ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടുന്നത് എന്ന്. എന്നിട്ട് നിങ്ങളുടെ ആ തോട്ട്സിനെയൊക്കെ നിങ്ങളൊരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ജേർണലിലോ എഴുതുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഈ തോട്ട് ആക്ച്വലി വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണോ, ഇതിന് എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടോ എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. വെറുതെ ഞാൻ ഈ റിപ്പറ്റീവായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എഴുതി നോക്കുക. അങ്ങനെ നിങ്ങളുടെ ഒരു തോട്ട് ഡയറി നിങ്ങൾ കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ അതിനെ അനലൈസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഈ തോട്ട്സ് കാരണം നമുക്കൊരു ഗുണം ഉണ്ടാവുന്നില്ല, ആൻഡ് നമ്മൾ ഒരേ കാര്യത്തിനെ ആയിരിക്കും പല രീതിയിൽ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്നും കുറച്ച് നേരത്തെ എഫേർട്സ് എടുക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ തോട്ട്സിൻ്റെ കെട്ടഴിച്ച് നിങ്ങൾക്ക് എന്താണോ ആ സിറ്റുവേഷൻ എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്ന് നിങ്ങൾക്കൊരു
ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും. അടുത്തൊരു സ്ട്രാറ്റജിയാണ് വറി ടൈമർ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിലെന്താ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഹോൾ ഡേയിൽ പലപ്പോഴായിട്ട് ഇങ്ങനെ ഇരുന്ന് ഓവർ തിങ്ക് ചെയ്യാതെ നമ്മൾ ആ ഓവർ തിങ്കിങ്ങിനും നമ്മളുടെ ഈ തോട്ട് പ്രോസസ്സ് നമ്മളിങ്ങനെ അനലൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും അങ്ങനെ ഈ ഓവർ തിങ്കിങ്ങിൻ്റെ ഹോൾ പ്രോസസ്സിനായിട്ട് നമ്മളുടെ ഡേയിൽ ഒരു പെർട്ടിക്കുലർ ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഇങ്ങനെ മാറ്റി വയ്ക്കുക. സമയത്ത് നമ്മൾ ആക്ച്വലി ടൈമർ ഓൺ ചെയ്ത് ആ ടൈമർ ഓഫ് ആവുന്ന സമയത്ത് നമ്മൾ ഈ ഓവർ തിങ്കിങ്ങിൻ്റെ പ്രോസസ്സ് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോഴത്തേക്കും കുറച്ച് സില്ലി ആയിട്ടും ഓഡായിട്ടും ഒക്കെ ഫീൽ ചെയ്തേക്കാം. പക്ഷെ നമ്മളിത് കൺസിസ്റ്റൻ്റ്ലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. ഇപ്പം നിങ്ങൾ ഈ മാറ്റി വെച്ച ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറില്ലേ, ഈ സമയത്ത് മാത്രമാണ് നിങ്ങൾ ഈ ഓവർ തിങ്കിങ്ങും അനലൈസിങ്ങും പ്ലാനിങ്ങും ഒക്കെ ചെയ്യുന്നത്. ഇത് നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ജിമ്മിൽ പോകുന്നത് പോലെ തന്നെയാണ്. ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നമ്മളുടെ ഫുൾ എഫേർട്സ് ഇട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നു, അങ്ങനെ പലതും ചെയ്യുന്നു. ആൻഡ് നമ്മുടെ ബാക്കി ഡേയിലുള്ള എല്ലാ മണിക്കൂറുകളും നമ്മൾ നോർമലായിട്ട് നമ്മളുടെ ആക്ടിവിറ്റീസ് ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോകുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ കൺസിസ്റ്റൻ്റ്ലി ഈ വറി ടൈമർ എന്നൊരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിനെയും മൈൻഡിനെയും ഒക്കെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. ലൈക്ക് ഞാൻ ആ സമയത്ത് മാത്രമേ ഓവർ തിങ്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഈ അനലൈസിങ് അനലൈസിങ് പ്ലാനിങ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ആ സമയത്ത് മാത്രമേ ചെയ്യുള്ളൂ എന്ന്. പക്ഷേ ഇതിനുള്ള കീ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി തന്നെയാണ്. നെക്സ്റ്റ് ഒരു പ്രാക്ടീസാണ് വാട്ട് ക്യാൻ ഐ കൺട്രോൾ. നിങ്ങളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നു എന്ന് തോന്നുന്ന ആ സമയത്ത് നിങ്ങൾ ഒരു പോസ് എടുക്കുക ആൻഡ് നിങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കുക, ഈ ഓവർ തിങ്കിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യമാണ് നിങ്ങളുടെ കൺട്രോളിലുള്ളത് ആൻഡ് എന്താണ് നിങ്ങളുടെ കൺട്രോളിൽ അല്ലാത്തതെന്ന്. നിങ്ങളുടെ കൺട്രോളിലുള്ള ഒരു കാര്യമാണ് ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ആക്ഷൻ അപ്പം തന്നെ എടുക്കുക. ആൻഡ് നിങ്ങളുടെ കൺട്രോളിലല്ല കാര്യങ്ങളെങ്കിൽ നിങ്ങൾ അതിനെ അങ്ങ് വിട്ടേക്കുക. നമ്മളൊരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കാലാവസ്ഥയെക്കുറിച്ച് നമ്മളിരുന്ന് ഒരുപാട് ചിന്തിക്കുകയാണ്. പക്ഷെ നമ്മൾ ചിന്തിച്ചത് കൊണ്ട് നമുക്ക് കാലാവസ്ഥേനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അത്രയേ ഉള്ളൂ. ഇപ്പം ഇന്ന് വീഡിയോ എടുക്കാൻ വന്നു. ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യം, ഇവിടെ നല്ലൊരു ഗോൾഡൻ സൺ ഉണ്ടാവും, ഒരു സൺ കിസ്ഡ് ഫീലിൽ നല്ല ലൈറ്റിങ്ങോട് കൂടി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാനിവിടെ എത്തിയപ്പോഴത്തേക്ക് മേഘം മൂടി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞാനിരുന്ന് അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത്, അയ്യോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആയില്ലല്ലോ, നല്ല ലൈറ്റിംഗ് ഇല്ലല്ലോ, ഞാനിനി എടുത്താൽ ശരിയാവില്ല എന്നൊക്കെ ഇരുന്ന് ഓവർ തിങ്ക് ചെയ്യുന്നതിന് പകരം എൻ്റെ കൺട്രോളിലുള്ള കാര്യം എന്തായിരുന്നു? ഈ വീഡിയോ എടുക്കുക എന്നുള്ളത്. അപ്പം ഞാൻ വീഡിയോ എടുത്തു. അടുത്തൊരു സ്ട്രാറ്റജിയാണ് റീഫ്രെയിം യുവർ തോട്ട്സ്. നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു, ആ സംഭവിച്ചത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അല്ല നടന്നത് എന്ന് വിചാരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇപ്പം ഈ കാര്യം നടന്നു ആൻഡ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് ഒരു കോൺസിക്വൻസ് അതിന് ഉണ്ടായത്. ആൻഡ് ഈ കോൺസിക്വൻസസിൽ ഞാൻ ചെയ്തത് കാരണം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിരുന്നെങ്കിൽ എന്തെങ്കിലും കോൺസിക്വൻസിൽ ചേഞ്ച് വരുത്താമായിരുന്നു എന്ന രീതിയിൽ ചിന്തിക്കുക. അല്ലെങ്കിൽ ഞാനിപ്പം ഈ കാര്യങ്ങൾ ഞാൻ ചെയ്തത് തെറ്റായിരുന്നു എന്ന് പഠിക്കുക ആൻഡ് നെക്സ്റ്റ് ടൈം അത് ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? റീഫ്രെയിമിംഗ് കൊണ്ട് നമ്മൾ സ്റ്റക്കായിരിക്കുന്നു, നമുക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു മൈൻഡ് സെറ്റിൽ നിന്നും നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക നമ്മുടെ ഫോക്കസിനെ. നെക്സ്റ്റ് ഒരു സ്ട്രാറ്റജിയാണ് യൂസ് ഡിസ്ട്രാക്ഷൻ ആസ് എ ടൂൾ. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നു ആൻഡ് നമ്മൾ സോണിലേക്ക് കടക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന ആ സമയത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ളതും നമ്മളുടെ ഹോൾ അറ്റൻഷൻ ആ ഒരു ആക്ടിവിറ്റിക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പസിൽസ് സോൾവ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ പസിൽ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ബേക്ക് ചെയ്യുക, അല്ലെങ്കിൽ കുക്ക് ചെയ്യുക, അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അങ്ങനത്തെ ഒരു ഡിസ്ട്രാക്ഷൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അറ്റൻഷൻ ആ ഒരു ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനലൈസിങ് ഒക്കെ ആ സോണിൽ നിന്നും നമ്മളുടെ അറ്റൻഷൻ പ്രസൻറ്റിലേക്ക് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ വലിച്ചെടുക്കുകയാണ് ചെയ്യുക. അടുത്തൊരു സ്ട്രാറ്റജിയാണ് പ്രാക്ടീസ് ബോക്സ് ബ്രീതിങ്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ എക്സോസ്റ്റഡ് ആവുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ബോഡിയും ഇവൻച്വലി എക്സോസ്റ്റഡ് ആവും. ആ ഒരു സമയത്ത് നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നുന്ന ആ സമയത്ത് നമ്മൾ ഈ ഒരു ബോക്സ് ബ്രീതിങ് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് നമ്മൾ 4 സെക്കൻഡ്സ് എടുത്ത് നമ്മളുടെ ബ്രെത്തിനെ ഇൻഹെയിൽ ചെയ്യുക ആൻഡ് 4 സെക്കൻഡ്സ് അതിനെ ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡ്സ് എടുത്ത് എക്സെയിൽ ചെയ്യുക, വീണ്ടും 4 സെക്കൻഡ്സിലേക്ക് നമ്മൾ
അത് ബ്രെത്തിനെ ഹോൾഡ് ചെയ്യുകയാണ്. ആൻഡ് നമ്മൾ വിഷ്വലൈസ് ചെയ്യും നമ്മളൊരു ബോക്സ് എന്ന രീതിയിലാണ് നമ്മൾ ഈ ബ്രെത്തിനെ ഇൻഹെയിൽ ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു, എക്സെയിൽ ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു. അങ്ങനെ ഇവൻച്വലി ഇങ്ങനെ നമ്മളൊരു 4-5 സൈക്കിൾസ് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിന് നമ്മൾ സിഗ്നൽ കൊടുക്കുകയാണ് ലൈക്ക് ഞാൻ റിലാക്സ്ഡ് ആയി എന്ന്. അപ്പം നമ്മളുടെ ഓവർ തിങ്കിങ്ങിൽ നിന്നും നമുക്ക് ആ എക്സോഷൻ കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഇപ്പം തന്നെ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയാലോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ഒരു സ്ട്രാറ്റജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എഫർമേഷൻസിനെ യൂസ് ചെയ്യുക ഒരു ടൂളായിട്ട്. യൂഷ്വലി നമ്മളുടെ ഓവർ തിങ്കിങ് നമ്മളുടെ സെൽഫ് ഡൗട്ട് കാരണവും ഉണ്ടാവാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ ഈ സെൽഫ് ഡൗട്ടിനെയാണ് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിനായിട്ട് നമ്മൾ എഫർമേഷൻസ് എഴുതുക, നിങ്ങളുടെ സ്ട്രെങ്ത്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആൻഡ് നിങ്ങളെ തന്നെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എഫർമേഷൻസ് എഴുതി നിങ്ങളത് ഡെയിലി റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സെൽഫ് വർത്ത് എന്താണ് ആൻഡ് സെൽഫ് കോൺസെപ്റ്റ് എന്താണ് അതൊക്കെ ബെറ്ററായി നിങ്ങളുടെ സെൽഫ് ഡൗട്ടിനെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഇവൻച്വലി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓവർ തിങ്കിങ്ങിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പം നമ്മളൊരു ഉദാഹരണം നോക്കാം. നമുക്ക് ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല എന്ന തോട്ടാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വരുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക. ആ ഒരു സമയത്ത് നിങ്ങളിരുന്ന് ചിന്തിക്കുക, ഞാൻ ഡെയിലി ബേസിസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശരിയായിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ സ്ട്രെങ്ത്സ് എന്താണ്, എൻ്റെ കേപ്പബിലിറ്റീസ് എന്താണ്, എനിക്ക് കുറേ കഴിവുകളുണ്ട് എന്നൊക്കെ ചിന്തിച്ച് അതൊക്കെ എന്താണ് എന്നത് അഫർമേഷൻ രൂപത്തിൽ നിങ്ങൾ എഴുതി വയ്ക്കുക. ആൻഡ് നിങ്ങളത് ഡെയിലി ബേസിസിലും വായിച്ച് നോക്കുക. ആൻഡ് ആ സമയത്തൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ എനിക്ക് തീരെ കഴിവില്ലാത്ത ഒരാളല്ല, എന്നെക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എനിക്ക് ഇത്രയും കേപ്പബിലിറ്റീസ് ഉണ്ട്, കഴിവുകളുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ആൻഡ് നിങ്ങൾ ഈ ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു നെഗറ്റീവ് ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ് എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങളിതൊക്കെ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ സെൽഫ് ഡൗട്ട് കുറച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുകളിൽ കോൺഫിഡൻസ് വരും. നെക്സ്റ്റ് ഒരു സ്ട്രാറ്റജിയാണ് ഗ്രൗണ്ടിങ് ടെക്നീക്ക്. ഇത് ഞാൻ ആങ്സൈറ്റി റിലേറ്റഡ് ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തൊരു ടെക്നീക്കാണ്. അത് നമുക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ടെക്നീക്കാണ്. ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റേസിംഗ് ആയിട്ട് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആൻഡ് ഓവർ തിങ്കിങ് ആണ് എന്നൊരു ലൂപ്പിലാണെന്ന് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നിങ്ങളൊന്ന് പോസ് ചെയ്ത് നിങ്ങൾ നെയിം ചെയ്യാൻ ട്രൈ ചെയ്യുക. 5 കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, 4 കാര്യങ്ങൾ നിങ്ങൾക്ക് തൊടാൻ പറ്റുന്നത്, 3 കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത്, 2 കാര്യങ്ങൾ നിങ്ങൾക്ക് സ്മെൽ ചെയ്യാൻ പറ്റുന്നത് ആൻഡ് 1 കാര്യം നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ ആ ഓവർ തിങ്കിങ് ആയിട്ടുള്ള ആ തോട്ട് പ്രോസസ്സിൽ നിന്നും റിയാലിറ്റി ആൻഡ് പ്രസൻറ്റിലേക്ക് നിങ്ങൾ വലിച്ചെടുക്കുകയാണ് നിങ്ങളുടെ സെൻസസ് യൂസ് ചെയ്ത്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ ഫോക്കസ് സെൻസസിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 8 സ്ട്രാറ്റജീസ് കേട്ടു. ആൻഡ് ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഇന്ന് തൊട്ട് തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസാണ്. പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ഹ്യൂമൻലി പോസിബിൾ അല്ല എല്ലാം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഒരു സ്ട്രാറ്റജി വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കൺസിസ്റ്റൻ്റ്ലി അത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അത് വർക്ക് ആവുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് സ്ട്രാറ്റജി യൂസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ട്രയൽ ആൻഡ് എററിലൂടെ നിങ്ങൾക്ക് ഏതൊക്കെ സ്ട്രാറ്റജീസാണ് വർക്ക് ആവുന്നത് എന്ന് മനസ്സിലാക്കി അതൊക്കെ അപ്ലൈ ചെയ്യുക ആൻഡ് കൺസിസ്റ്റൻ്റ്ലി നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമുക്ക് ഇവൻച്വലി ഓവർ തിങ്കിങ്ങിൻ്റെ ഈ ഒരു ഹാബിറ്റിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് ഇപ്പം നമ്മൾ ഈ സ്ട്രാറ്റജീസൊക്കെ യൂസ് ചെയ്യാൻ നോക്കി, നമ്മൾ ട്രൈ ചെയ്തു, കൺസിസ്റ്റൻ്റ്ലി പ്രാക്ടീസ് ചെയ്തു, എന്നിട്ടും നമ്മളുടെ ഈ ഓവർ തിങ്കിങ് എന്ന ഒരു ഈ ഹാബിറ്റ് നമ്മളുടെ ഡെയിലി ഫങ്ഷനിങ്ങിനൊക്കെ ബാധിക്കുന്നുണ്ട് ആൻഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല വിചാരിക്കുന്നത് പോലെ എന്നൊക്കെ നിങ്ങൾക്ക് വളരെയധികം സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊരു തെറപ്പിസ്റ്റിനെ തന്നെ പോയി കാണുക, പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ചെറിയ രീതിയിലെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക ആൻഡ് ഇതുപോലത്തെ വെൽബീയിങ്ങിനും മെൻ്റൽ ഹെൽത്തും സൈക്കോളജിയുമായിട്ട് റിലേറ്റഡ് കണ്ടൻറ്റിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.